അവരെ കൈയാണ് ഞാൻ അടിച്ചൊടിച്ചെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമായിരുന്നു. ആ സ്പോട്ടിൽ എന്നെ കൊണ്ടുപോകില്ലേ? എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് വന്നായിരുന്നില്ല, നീ ഇതിനെ ഫോട്ടോ എടുക്കുന്നേ? ഇതെന്താ സംഭവം? ഇതാദ്യം എന്ന് പറഞ്ഞാൽ ഇതെന്താ ഫോട്ടോ എടുക്കുന്നതിന് ഷൂട്ടിങ് കിടക്കുന്നതാ? അപ്പൊ ക്യാമറ ഓഫ് ചെയ്യ്, ക്യാമറ ഓഫ് ചെയ്യ്. ആര്? ഞാനോ? ഞാൻ ആക്രമിക്ക് ആ സ്വഭാവമല്ല. അതൊരു ക്യാമറ ഓഫ് ചെയ്തിട്ട് വെച്ചേരാ. ഗുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇങ്ങനെയാവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു നാടിനെ തന്നെ വിറപ്പിക്കുകയാണ്, മുൾമുനയിൽ നിർത്തുകയാണ്. പുരുഷന്മാരൊന്നും ഈ പറയപ്പെടുന്ന ഈ സ്ത്രീയുടെ അരികിലേക്ക് തന്നെ പോകില്ല. ഒന്ന് മിണ്ടാണ്ടിരിക്കടി എന്ന് പോലും പറയാൻ അവിടെയുള്ള പുരുഷന്മാർക്ക് സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പ്രത്യാക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ പ്രത്യാക്രമണം എന്ന് പറയുന്നത് കയ്യിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തെറിയും. എടുത്തെറിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദയവും ദാക്ഷിണ്യവും ഇല്ലാതെ എടുത്തങ്ങ് എറിയും. ഇനി മൈദയാണ് കയ്യിലുണ്ട് എങ്കിൽ, ആട്ടപ്പൊടിയാണ് കയ്യിലുള്ളത് എങ്കിൽ അതെടുത്ത് അങ്ങ് തലയിലേക്ക് ഒഴിക്കും, അല്ലെങ്കിൽ തലയിലിട്ടിങ്ങനെ കമഴ്ത്തും. ആകെ പ്രശ്നത്തിലായി പോകുന്ന വല്ലാതൊരു സാഹചര്യത്തിലൂടെയാണ് ഈ പറയപ്പെടുന്ന കടയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശം പോയിക്കൊണ്ടിരിക്കുന്നത്. അൻസിയ എന്ത് തമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും, അതായത് ഈ ഗുണ്ട എന്ത് തമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും നിശബ്ദരായി നിൽക്കുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതിനിടയിൽ പ്രതികരിക്കണം എന്ന് തോന്നിയ ഒരു പാവം ചെറുപ്പക്കാരൻ, വിജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, വിജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ചെറുപ്പക്കാരന്റെ അവസ്ഥയാണെങ്കിൽ വളരെ ദയനീയമാണ്. ഈ പറയപ്പെടുന്ന അൻസിയയുടെ തെമ്മാടിത്തരം ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതായിരുന്നു. പക്ഷേ അങ്ങനെ ശ്രമിച്ചത് കാരണം വിജീഷിന്റെ കൈ അടിച്ച് പൊട്ടിച്ചു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വിജീഷാണ് ഈ കൈ അടിച്ച് പൊട്ടിച്ചിട്ട് നിൽക്കുന്ന വ്യക്തി. അതായത് അത്രയും ദയനീയമാണ് അവസ്ഥകൾ. കടയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഉറക്കം കെടുത്തിയ ഈ പറയപ്പെടുന്ന അൻസിയയെ തൊടാൻ പോലീസുകാർ പോലും ഭയന്നു. കാരണം ഏതെങ്കിലും ഒരു പോലീസുകാരൻ അറിഞ്ഞോ അറിയാതെയോ ഈ ആക്രമണത്തിനിടയിൽ കൈയെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ എന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കും. കാരണം ഇത്തരത്തിലുള്ള ഈ ബലാത്സംഗത്തിനെതിരെയൊക്കെ അതിശക്തമായിട്ടുള്ള വകുപ്പ് വന്നത് ആക്രമിക്കപ്പെടുകയും ഇരകളാക്കപ്പെടുകയും ചെയ്യുന്ന സ്ത്രീ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിന്ന് വളരെ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യാണ്. ചെറിയ രീതിയിലൊന്നുമല്ല, വളരെ വലിയ രീതിയിൽ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന പോലീസുകാരുടെയും അവസ്ഥ ദയനീയമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കൊടുക്കാൻ പോയ ആളുകൾ വരെ പെട്ടുപോകുന്ന അവസ്ഥ. ആരെങ്കിലും ഒരാൾ അൻസിയക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കാര്യം ഗുദാഹുവ. കാരണം പിന്നെ അവനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇവളുടെ ആക്രമണം ഉണ്ടാവുക. ആരെയും ഭയക്കാതെ, ഒരു കൂസലില്ലാതെ, പക്കാ ഒരു ഗുണ്ടായിസം ലെവലിൽ ആ നാട് തന്നെ അടക്കി ഭരിച്ചിരുന്ന ഒരാളാണ് ഈ അൻസിയ എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കടയ്ക്കൽ പ്രദേശത്തെ എല്ലാവരുടെയും, പുരുഷന്മാരാണെങ്കിൽ അടുക്കാൻ പോകില്ല. കാരണം എവിടെയെങ്കിലും ഈ ടൗണിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുന്ന സമയത്ത്, പൊതുവെ ആരെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ടൗണിലുള്ള കടക്കാർ, വ്യാപാരികളൊക്കെ ഇത്തരത്തിലൊരു കാഴ്ച കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കും. പക്ഷെ ഇവള് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല എന്ന് പറഞ്ഞ് തന്നെ നിൽക്കും. കാരണം ഞങ്ങൾക്കൊന്നും അറിയില്ലേ രാമ എന്ന് പറയുന്ന ഒരവസ്ഥ. കാരണം ഏതെങ്കിലും തരത്തിൽ ഇവൾ ആരെയെങ്കിലും ആക്രമിക്കുന്നത് കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും അത് വലിയ ഭീകര കുറ്റമായി കണ്ടുകൊണ്ട് പിന്നെ അയാളെ ഫോക്കസ് ചെയ്തിട്ട് ആക്രമിക്കുന്ന ഒരു ആക്രമണ മനോഭാവമുള്ള ഒരു പക്ക ക്രിമിനൽ എന്ന് തന്നെ വേണം പറയാൻ. കാരണം പക്ക ഒരു ക്രിമിനലാണ്. അപ്പൊ ഈ അടുത്ത് ഒരു ദളിത് യുവതിയെ വളരെ ക്രൂരമായി ആക്രമിക്കുകയും പിന്നീട് ഇവരുടെ ആക്രമണ ദൃശ്യം പകർത്തിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ആദ്യം പറഞ്ഞ ആ ചെറുപ്പക്കാരനെ അടക്കം അദ്ദേഹത്തിന്റെ കൈ അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ്. അതായത് മുട്ടുപൊട്ടി, എല്ല് പൊട്ടി, കൈമുട്ട് പൊട്ടി, എല്ല് പൊട്ടി എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അങ്ങനെ അവസാനം അയാൾ ഇപ്പോൾ കടുത്തത്തിലാണ്, അയാൾ റെസ്റ്റിലാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അയാൾക്ക് പോലും തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം അയാൾ നേരെ തിരിച്ചിട്ട് ഈ പറയപ്പെടുന്ന യുവതിയുടെ കൈയെങ്ങാനും പൊട്ടിച്ചിരുന്നുവെങ്കിലോ, വകുപ്പ് മാറി, സെക്ഷൻ മാറി, ഇയാളിപ്പോൾ അകത്ത് കിടന്നേനെ. എന്നാൽ ഇയാൾക്ക് ജാമ്യം പോലും കിട്ടില്ലായിരുന്നു അവരെങ്ങാനും ആക്രമിച്ചിരുന്നെങ്കിൽ. ഇനി അടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എൻ്റെ മറ്റൊരിടത്ത് പിടിച്ചു എന്ന് പോലും പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥ തന്നെ പോയി. പിന്നെ ഒരു 90 ദിവസത്തേക്ക് ജാമ്യം പ്രതീക്ഷിക്കേണ്ട. ഒരു ഓട്ടോക്കാരനല്ലേ, സാധാരണക്കാരനല്ലേ, ഓട്ടോ ഓടിച്ച് ജീവിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ആ ചെറുപ്പക്കാരന് പ്രതികരിക്കാനും പറ്റിയില്ല. അവസാനം അയാളിപ്പോൾ അറസ്റ്റില്ല. അയാളുടെ കുടുംബത്തിന് ദിവസം ഓട്ടോ ഓടിച്ചിട്ട് വേണം ചെലവിന് കൊണ്ടുവരാൻ. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടിനെ തന്നെ വിറപ്പിച്ച് ആ നാടിന്റെ സ്വസ്ഥത കളഞ്ഞ യുവതിയെ അവസാനം പോലീസുകാർ പൂട്ടാൻ തീരുമാനിച്ചു. പോലീസുകാർ പൂട്ടാൻ തീരുമാനിച്ചത് ദളിത് യുവതിയെ ആക്രമിച്ച കേസിൽ FIR ഇടുകയും DYSPയുടെ മുന്നിൽ കൊണ്ടുപോയി ഹാജരാക്കുകയും ചെയ്തതിന് പിന്നാലെ ഈ യുവതിക്ക് ഇപ്പോൾ തൽക്കാലം പൂട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ കുറച്ച് മാധ്യമ പ്രവർത്തകർ ഇവരുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിട്ട് എന്താന്ന് ചോദിക്കാം, നിനക്കെന്താ കൊമ്പുണ്ടോ? ഈ അൻസിയ എന്ന് പറയുന്ന ഗുണ്ടക്ക് എന്താ കൊമ്പുണ്ടോ? ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് വാർത്തയാക്കപ്പെടും, മാധ്യമങ്ങളിലൂടെ പുറത്തു വരും. അല്ലാതെ മനുഷ്യ സ്നേഹിയൊന്നും അല്ലല്ലോ നിങ്ങൾ. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ അത് തടയാനെത്തിയ ആളെയൊന്നും അല്ലല്ലോ നിങ്ങൾ ആക്രമിച്ചത്. നിങ്ങൾ അവരെ പോയിട്ട് അവരുടെ ജീവിതവും അവരുടെ സ്വസ്ഥതയും കളഞ്ഞു കുടിച്ച ഒരാളെന്ന നിലക്ക് നിങ്ങളുടെ വീഡിയോ എടുക്കും, നിങ്ങളെ ചിത്രീകരിക്കും, അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകും. അതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാധ്യമപ്രവർത്തകരോട് പറയണമായിരുന്നു, നിങ്ങൾ വലിയ കുറ്റവാളിയാണ്, വലിയ ക്രിമിനലാണ്, പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മുഖത്ത് നോക്കിയിട്ട് പറയണം, എടുക്കും എന്ന് തന്നെ പറയണമായിരുന്നു. കാരണം ഇവരുടെയൊക്കെ ഒരു അഹങ്കാരത്തിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയാണ്, തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ധാർഷ്ട്യ ബോധമുണ്ട്. കാരണം ചില അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഇന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ദുരുപയോഗം ചെയ്യാൻ പറ്റും എന്നുള്ള പരിപൂർണമായിട്ടുള്ളൊരു വിശ്വാസം. അപ്പൊ ആ വിശ്വാസത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇതുപോലെയുള്ള പരിപാടി നടത്തുന്നത്. എന്തായാലും മാധ്യമപ്രവർത്തകർ ആ വീഡിയോ എടുത്ത് അതങ്ങ് പുറത്തേക്ക് ഇടുകയും ചെയ്തു. അവസാനം ഇപ്പോൾ DYSPക്ക് മുന്നിൽ ഹാജരാക്കിയതിന് ശേഷം ഇപ്പോൾ ജയിലിലാണുള്ളത്. ഇപ്പോൾ നാട്ടുകാരുടെ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ഇനി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളതാണ്. അതായത് റിമാൻഡ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ കത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ വീശിയിട്ട് ആരാടാ എന്നെ അകത്തേക്ക് ഇട്ടത്, ആരാടാ എന്നെ പിടിച്ച് അകത്ത് കയറ്റിയത് എന്ന് പറഞ്ഞിട്ട് നാടിന്റെ സ്വസ്ഥത വീണ്ടും കെടുത്തുമോ എന്നുള്ളതാണ് ആളുകൾ ഭയക്കുന്നുള്ളത്. ജയിലിലായിട്ട് പോലും ആ നാട്ടുകാർക്ക് സമാധാനമില്ല. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം അപകടകാരിയാണ് ഈ അൻസിയ എന്ന് പറയുന്ന ഒരാൾ. എന്തായാലും നിലവിൽ ജയിലിലായതുകൊണ്ട് നാട്ടുകാർ റിമാൻഡിന് ശേഷം ഇനി എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കുകയാണ്. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ മുള്ളുകൊണ്ട് തന്നെ നേരിടണം എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള നാട്ടിലെ സ്ത്രീകളൊക്കെ തടിച്ചുകൂടിയിട്ട് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അറിയിക്കണം, അതിശക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കണം. അവിടെ ഇതൊക്കെ അവസാനിക്കും. കാരണം സ്ത്രീകൾ തമ്മിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പിന്നെ വേറെ വകുപ്പുകളൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരെ തല്ലണം അടിക്കണം എന്നൊന്നും അല്ല പറയുന്നത്. ഇവരാരെങ്കിലും നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ഉപദ്രവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.